ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മളെ സെക്കൻഡ് സെമ്മിലെ കോർ പേപ്പറായിട്ടുള്ള മെക്കാനിക്സ് 2 സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ മെക്കാനിക്സ് 2ൽ 4 മൊഡ്യൂളാണ് ഉള്ളത്. ഒന്ന് നോൺ ഇനേർഷ്യൽ സിസ്റ്റംസ് ആൻഡ് ഫിക്റ്റീഷ്യസ് ഫോഴ്സസ്, ദെൻ സെൻട്രൽ ഫോഴ്സ് മോഷൻ, നെക്സ്റ്റ് ഈസ് ഹാർമോണിക് ഓസിലേറ്റർ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് വേവ്സ്. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സാണ് ഈ ഒരു കോർ പേപ്പറായിട്ടുള്ള മെക്കാനിക്സ് 2ലുള്ളത്. അപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന മൊഡ്യൂൾ ഹാർമോണിക് ഓസിലേറ്ററാണ്. ഹാർമോണിക് ഓസിലേറ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പീരിയോഡിക് മോഷനാണ്. അപ്പോൾ ഇതിന് മുന്നുള്ള ക്ലാസ്സുകളിൽ, ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾ മോഷനെ കുറിച്ചിട്ടും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷനെ കുറിച്ചിട്ടൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ഒരുപാട് തരത്തിലുള്ള മോഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? യൂണിഫോം മോഷൻ, നോൺ യൂണിഫോം മോഷൻ, സർക്കുലർ മോഷൻ, അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മോഷൻ നിങ്ങൾ സ്റ്റഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. വാട്ട് ഡു യു മീൻ ബൈ യൂണിഫോം മോഷൻ? എന്താണ് യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ? അതായത് ഇപ്പോൾ ഒരു ബോഡി തുല്യ സമയത്ത് തുല്യ ദൂരം സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് മോഷൻ ഈസ് നോൺ ആസ് uniform motion. That means when a body covers equal distances in equal intervals of time, it is known as uniform motion. If the body covers unequal distances in equal intervals of time, it is called non-uniform motion. അതായത് എന്താണ്, ഇപ്പോൾ ഒരു ബോഡി അതായത് ഈക്വൽ ടൈം തന്നെ എടുക്കുകയാണ് ഡിഫറെൻറ്റ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത്തരത്തിലുള്ള മോഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്. അതായത് തുല്യ സമയം കൊണ്ട് വ്യത്യസ്ത ദൂരം സഞ്ചരിക്കുന്ന ആ ഒരു മോഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് എ ബോഡി കവേഴ്സ് അൺഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈം. ഇറ്റ് ഈസ് നോൺ ആസ് നോൺ യൂണിഫോം മോഷൻ. നേരെ മറിച്ചൊരു സർക്കുലാർ പാത്തിലൂടെയുള്ള മോഷനാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? ഇറ്റ് ഈസ് കോൾഡ് സർക്കുലാർ മോഷൻ. ഓക്കെ. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പീരിയോഡിക് മോഷനാണ്. അപ്പോൾ പീരിയോഡിക് മോഷൻ എന്താണെന്നുള്ളതും നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്താണ് പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ക്രമാവർത്തന ചലനം. അതായത് ഇപ്പോൾ നമ്മൾ ഒരു നിശ്ചിത സമയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ആവർത്തിച്ച് വരുന്ന മോഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ഒരു പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. ഓരോരോ നിശ്ചിത ടൈം ഇൻ്റർവെൽ വെച്ചിട്ട് എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്തിരുന്ന തരത്തിലുള്ള മോഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? എനി മോഷൻ വിച്ച് റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ് ആഫ്റ്റർ റെഗുലർ ഇൻ്റർവെൽസ് ഓഫ് ടൈം ഈസ് കോൾഡ് പീരിയോഡിക് മോഷൻ. എനി മോഷൻ വിച്ച് റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ് ആഫ്റ്റർ റെഗുലർ ഇൻ്റർവെൽസ് ഓഫ് ടൈം. ഒരു നിശ്ചിത സമയത്തിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന മോഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഈ ഒരു പീരിയോഡിക് മോഷനെ നമ്മൾ മാത്തമാറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്യാം? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ മാത്തമാറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്യുക? എഫ് ഓഫ് ടി പ്ലസ് ക്യാപിറ്റൽ ടി ഈക്വൽ ടു എഫ് ഓഫ് ടി. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു പീരിയോഡിക് മോഷനെ മാത്തമാറ്റിക്കലി നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ അത് നോക്കുക. എഫ് ഓഫ് ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് എഫ് എന്ന് പറഞ്ഞിട്ടുള്ള, ഇപ്പോൾ നമ്മളൊരു മോഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എഫ് ഓഫ് ടി ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ഈ പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിശ്ചിത സമയത്തിൽ എന്ത് ചെയ്യും? ആവർത്തിച്ച് വരും, റിപ്പീറ്റ് ചെയ്ത് വരുന്ന മോഷനാണ് എന്ത് പറയുന്നത്? പീരിയോഡിക് മോഷൻ. അപ്പോൾ ആ ടൈമാണ് എന്താ ഈ ക്യാപിറ്റൽ ടി എന്ന് ഡിനോട്ട് ചെയ്തത്. ഇറ്റ് ഈസ് എഫ് ഓഫ് ടി പ്ലസ് ടി ഈക്വൽ ടു എഫ് ഓഫ് ടി. ടി എന്ന് പറയുന്നത് എന്താണ്? ടൈം ഇൻ്റർവെൽ ആഫ്റ്റർ വിച്ച് ദ മോഷൻ ഈസ് റിപ്പീറ്റഡ് ഇസ് കോൾഡ് ദ ടൈം പീരീഡ്. ഈ ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് എന്താണ്? ടൈം പീരീഡ് ആണ്. ടൈം പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതായത് ടൈം ഇൻ്റർവെൽ ആഫ്റ്റർ വിച്ച് ദ മോഷൻ ഈസ് റിപ്പീറ്റഡ്. അതായത് ഈ മോഷൻ ആവർത്തിച്ച് വരുന്ന ആ ഒരു നിശ്ചിത ടൈം ഇൻ്റർവെല്ലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാപിറ്റൽ ടി. ദറ്റ് ഈസ് ടൈം പീരീഡ്. അപ്പോൾ അതിന് ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് നമ്മുടെ ഈ ഒരു ലൈഫിൽ നിന്ന് തന്നെ നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. ഓക്കെ. ഇപ്പോൾ നമ്മളുടെ ഈ ഒരു യൂണിവേഴ്സ് എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിളാണ് റൊട്ടേഷൻ ഓഫ് എർത്ത് അറൗണ്ട് ദി സൺ. റൊട്ടേഷൻ ഓഫ് എർത്ത് അറൗണ്ട് ദി സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്? സണ്ണിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് അതിൻ്റേതായിട്ടുള്ള സമയം എടുക്കുന്നുണ്ട്. എത്രയാണ്? 365 days and 6 hours ആണ് എന്ത് ചെയ്യുന്നത്? എർത്ത് സണ്ണിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു ഫിക്സ്ഡ് ടൈമാണ് അല്ലേ? അപ്പോൾ അതിങ്ങനെ ആ ഒരു
365 days and 6 hours. അതൊരു ഇത്തരത്തിലുള്ള മോഷനാണ്, ഒരു പീരിയോഡിക് മോഷനാണ്. അതേപോലെ തന്നെ എന്താണ് നമ്മുടെ എർത്തിൻ്റെ മോഷൻ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ, റൊട്ടേഷണൽ മോഷൻ ഓഫ് എർത്ത് അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ്. നമുക്കറിയാലോ എർത്ത് അതിൻ്റേതായിട്ടുള്ള ആക്സിസിൽ എന്ത് ചെയ്യുന്നുണ്ട്, റൊട്ടേഷണൽ മോഷൻ ഉണ്ട് എർത്തിന്, അല്ലേ? അപ്പം അതിന് എത്ര ടൈമാണ് എടുക്കുന്നത്? അതായത് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് 24 മണിക്കൂർ കൊണ്ടാണ്. അപ്പോൾ അത് ഇത്തരത്തിലുള്ള മോഷനാണ്, പീരിയോഡിക് മോഷനാണ്. ആ മോഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ആഫ്റ്റർ ദിസ് ടൈം ഇൻ്റർവൽ ഇറ്റ് റിപ്പീറ്റ്സ്, അല്ലേ? ഈ ഒരു ടൈം ഇൻ്റർവൽ കഴിയുമ്പോൾ അത് വീണ്ടും എന്ത് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു. സോ ദാറ്റ് കൈൻഡ് ഓഫ് മോഷൻസ് ആർ നോൺ ആസ് പീരിയോഡിക് മോഷൻ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഒരു എക്സാമ്പിളും കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാനിവിടെ നമ്മൾ പറഞ്ഞു എർത്തിൻ്റെ കാര്യം പറഞ്ഞു, അതേപോലെ തന്നെ എന്താണ് എർത്ത് അബൌട്ട് റൊട്ടേഷണൽ മോഷനോ എർത്ത് അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസും പറഞ്ഞു. അതേപോലെ തന്നെയാണ് നമ്മളുടെ മൂൺ എന്ത് ചെയ്യുന്നുണ്ട്, എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട്, അല്ലേ? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഇതേപോലെ തന്നെയാണ്. അപ്പോൾ അതും ഏത് തരത്തിലുള്ള മോഷൻ തന്നെയാണ്, ഈ ഒരു പീരിയോഡിക് മോഷനാണ്. അതേപോലെ തന്നെ നമ്മളെ ക്ലോക്കിൻ്റെ ഹാൻഡ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ, അതായത് ബാലൻസ് വീൽ ഓഫ് എ ക്ലോക്ക്, അതിൻ്റെ കേസും എങ്ങനെയാണ്, ഈ ഒരു പീരിയോഡിക് മോഷൻ തന്നെയാണ്. കാരണം എന്താണ്, ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്, അല്ലേ, കംപ്ലീറ്റ് ചെയ്യുന്നത്. ഒരു ഫിക്സ്ഡ് ടൈമിൽ 360 ഡിഗ്രിയാണ് അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് എന്താണ്, ഈ ഒരു പീരിയോഡിക് മോഷനുള്ള എക്സാമ്പിളാണ്. അതേപോലെ തന്നെ മോഷൻ ഓഫ് എ പെൻഡുലത്തിൻ്റെ മോഷൻ, അതൊരു പീരിയോഡിക് മോഷനാണ്. വൈബ്രേറ്റിംഗ് ട്യൂണിംഗ് ഫോർക്ക്, അതും ഇതിനുള്ള എക്സാമ്പിളാണ്, ഈ ഒരു പീരിയോഡിക് മോഷനുള്ള എക്സാമ്പിളാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നത് എന്താണ്, നമ്മളുടെ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത്. ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിനിറ്റിൽ ഏകദേശം 60 മുതൽ 100 ബീറ്റ് വരെയാണ് ഒരു നോർമൽ പേഴ്സണ് ഹാർട്ട് ബീറ്റായിട്ട് ഉണ്ടാവാം. അപ്പോൾ അതും എന്താണ്, ഒരു പീരിയോഡിക് മോഷനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ എന്താണ് പീരിയോഡിക് മോഷനും അതിൻ്റെ മാത്തമാറ്റിക്കലി എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, അതേപോലെ തന്നെ എന്താണ് അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസും. സോ വട്ട് ഡു യു മീൻ ബൈ പീരിയോഡിക് മോഷൻ? പീരിയോഡിക് മോഷൻ എന്താണ്? പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എനി മോഷൻ വിച്ച് റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ് ആഫ്റ്റർ റെഗുലർ ഇൻ്റർവൽസ് ഓഫ് ടൈം ഈസ് കോൾഡ് പീരിയോഡിക് മോഷൻ. അതായത് ഒരു നിശ്ചിത സമയത്തിൽ ആവർത്തിച്ച് വരുന്ന മോഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പീരിയോഡിക് മോഷൻ. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് ഇതിൽ നോക്കാൻ പോകുന്നത് ഓസിലേറ്ററി മോഷനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഓസിലേറ്ററി മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എ മോഷൻ ഇൻ വിച്ച് എ ബോഡി മൂവ്സ് ടു ആൻഡ് ഫ്രോ റിപ്പീറ്റഡ്ലി അബൌട്ട് എ ഫിക്സ്ഡ് പോയിന്റ് ആൻഡ് റിപ്പീറ്റ്സ് ദിസ് മോഷൻ ആഫ്റ്റർ റെഗുലർ ഇൻ്റർവൽസ് ഓഫ് ടൈം ഈസ് കോൾഡ് ഓസിലേറ്ററി മോഷൻ. അപ്പോൾ ഈ ഓസിലേറ്ററി മോഷനിൽ 2 തരത്തിലുള്ള മോഷനാണ് വരുന്നത്. അതായത് ഒരു ബോഡിയുടെ മൂവ്മെൻറ്റ് എടുക്കുകയെന്ന് വിചാരിക്കുക, ഒരു ബോഡിയുടെ മോഷൻ കൺസിഡർ ചെയ്യണം. അപ്പോൾ ആ ബോഡി മൂവ് ചെയ്യുന്നത് എന്താണ്, അതായത് ടു ആൻഡ് ഫ്രോ മോഷൻ. ഇപ്പോൾ നമ്മളൊരു പെൻഡുലത്തിൻ്റെ കേസ് എടുക്കാമെന്ന് വിചാരിക്കുക, അതൊരു സിമ്പിൾ പെൻഡുലമാണ്. എന്താണ് സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസ് നിങ്ങൾക്കറിയാലോ, സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത്, സിസ്റ്റം എങ്ങനെയാണെന്നുള്ളത് അറിയാം. ഇതൊരു സിമ്പിൾ പെൻഡുലാണ്. അപ്പോൾ ഇത് അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനാണ്. നമ്മൾ ജസ്റ്റ് ഒരു എനർജി പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇത് ഓസിലേഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ ഒരു പോയിന്റ്, അതായത് നമ്മൾ ഇക്വിലിബ്രിയം പോയിൻ്റാണ്, ഈ പോയിൻ്റിനെ ബോട്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ടു ആൻഡ് ഫ്രോ മോഷനാണ് എന്ത് ചെയ്യുക, ഈ ഒരു ബോഡി എക്സിക്യൂട്ട് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ എന്താണ്, ഈ മോഷൻ എന്ത് ചെയ്യും, ഈ ഒരു റെഗുലർ ഇൻ്റർവൽസ് ഓഫ് ടൈമിൽ റിപ്പീറ്റ് ചെയ്ത് വരികയും ചെയ്യും. അപ്പോൾ ഈ ഓസിലേറ്ററി മോഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്താണ്, എ മോഷൻ ഇൻ വിച്ച് എ ബോഡി മൂവ്സ് ടു ആൻഡ് ഫ്രോ റിപ്പീറ്റഡ്ലി അബൌട്ട് എ ഫിക്സ്ഡ് പോയിന്റ്. അതായത് ഒരു നിശ്ചിത ബിന്ദു, അതായത് ഇപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം പൊസിഷനാണ്, ഒരു നിശ്ചിത പോയിന്റിനെ ആധാരമാക്കിയിട്ട് ഒരു ഒബ്ജക്റ്റിൻ്റെ മുന്നോട്ടോ അല്ലെങ്കിൽ അതായത് ഇങ്ങോട്ടുള്ള, അതായത് ടു ആൻഡ് ഫ്രോ അല്ലെങ്കിൽ ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെൻറ്റ് എന്ന് പറയും, മുന്നോട്ടോ പിന്നോട്ടോ ഉള്ള ചലനം അല്ലെങ്കിൽ മോഷൻ, അതിനെയാണ് എന്ത് പറയുന്നത്, നമ്മൾ ഈ ഓസിലേറ്ററി മോഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, നിങ്ങൾ വലിയ ക്ലോക്ക് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ, ആ വലിയ ക്ലോക്കിൻ്റെ പെൻഡുലുള്ള ക്ലോക്ക്, അതിൻ്റെ ആ ക്ലോക്കിൻ്റെ പെൻഡുലത്തിൻ്റെ ചലനം ഇതിനുള്ള എക്സാമ്പിളാണ് ഈ ഒരു ഓസിലേറ്ററി മോഷനുള്ള എക്സാമ്പിളാണ്. അതായത് ഇപ്പോൾ ഈ സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഇത് അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനാണ്. അപ്പോൾ നമ്മളൊരു എനർജി പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇത് ആദ്യം എന്ത് ചെയ്യും, ഒരു സൈഡിലോട്ട് പോകും, പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരും, ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരും. അപ്പോൾ ഇതാണ് ഒരു ഓസിലേഷൻ എന്ന് പറയുന്നത്. ആദ്യം ഇങ്ങോട്ട് പോയി, പിന്നെ ഇങ്ങോട്ട് പോയി, വീണ്ടും ആ പൊസിഷനിലോട്ട് തന്നെ തിരിച്ചെത്തി. അപ്പോൾ അതാണ് വൺ ഓസിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലേ? ഇതാ ഇവിടുന്ന് തുടങ്ങി ഇവിടേക്ക് പോയി, ഇങ്ങനെ വന്നു,
വീണ്ടും ഈ ഒരു പോയിന്റിലേക്കാണ് തിരിച്ചെത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യും, ഒരു ഫിക്സ്ഡ് പോയിന്റിനെ അബൌട്ടായിട്ട് എന്ത് ചെയ്യും, ടു ആൻഡ് ഫ്രോ മോഷൻ അല്ലെങ്കിൽ ബാക്ക് ആൻഡ് ഫോർത്ത് മോഷൻ, അതേപോലെ തന്നെ എന്താണ് ആ മോഷൻ എന്ത് ചെയ്യും, റെഗുലർ ഇൻ്റർവൽസ് ഓഫ് ടൈമിൽ റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യും. ദാറ്റ് കൈൻഡ് ഓഫ് മോഷൻ ഇസ് നോൺ ആസ് ഓസിലേറ്ററി മോഷൻ. സോ ഓസിലേറ്ററി മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ വരുന്നുണ്ട്, പീരിയോഡിക് മോഷൻ പ്ലസ് ടു ആൻഡ് ഫ്രോ മോഷൻ അബൌട്ട് എ ഫിക്സ്ഡ് പോയിന്റ്. ഓക്കെ, ടു ആൻഡ് ഫ്രോ മൂവ്മെൻറ്റ്. ഇനി ഇപ്പോൾ അതിനുള്ള എക്സാമ്പിളാണ് മോഷൻ ഓഫ് എ പെൻഡുലം. പിന്നെ അതേപോലെ തന്നെ ഒരു ലോഡഡ് സ്പ്രിങ്ങിൻ്റെ വെർട്ടിക്കൽ ഓസിലേഷൻ. ലോഡഡ് സ്പ്രിങ് കാണിച്ചു തരാൻ പറ്റില്ല. വെർട്ടിക്കൽ ഓസിലേഷൻസ് ഓഫ് എ ലോഡഡ് സ്പ്രിങ്, ഇത് നിങ്ങൾ പ്ലസ് ടുവിൽ എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ അതേപോലെ തന്നെ വൈബ്രേഷൻസ് ഓഫ് ആറ്റംസ് ഇൻ എ സോളിഡ് അബൌട്ട് ദയർ മീൻ പൊസിഷൻ. അപ്പോൾ ഇനി ഈ ഒരു ഓസിലേറ്ററി മോഷൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് നമുക്ക് നോക്കാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ ഓസിലേറ്ററി മോഷൻ ഈസ് ഓൾവേസ് പീരിയോഡിക് മോഷൻ, ബട്ട് എ പീരിയോഡിക് മോഷൻ മേ ഓർ മെ നോട്ട് ബി ഓസിലേറ്ററി. അതായത് ഒരു ഓസിലേറ്ററി മോഷൻ എന്തായിരിക്കും, എപ്പോഴും പീരിയോഡിക് മോഷൻ ആയിരിക്കും. പക്ഷേ പീരിയോഡിക് മോഷൻ എന്താ ആയിക്കോളണമെന്നില്ല, ചിലപ്പോൾ ഓസിലേറ്ററി ആവാം, അല്ലെങ്കിൽ എന്താ ആവണമെന്നില്ല, മേ ഓർ മെ നോട്ട് ബി ഓസിലേറ്ററി. ഓക്കെ, അപ്പോൾ അതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഓസിലേറ്ററി മോഷൻ എന്ന് പറഞ്ഞു പീരിയോഡിക് മോഷനാണ്. പീരിയോഡിക് മോഷൻ പ്ലസ് ടു ആൻഡ് ഫ്രോ മോഷൻ അല്ലെങ്കിൽ ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെൻറ്റ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, നോക്കി നോക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് റൊട്ടേഷൻ ഓഫ് എർത്ത് അറൗണ്ട് ദി സൺ. റൊട്ടേഷൻ ഓഫ് എർത്ത് അറൗണ്ട് ദി സൺ എന്ന് പറഞ്ഞാൽ പീരിയോഡിക് ആണ്, അത് നമുക്ക് അറിയുന്നതാണ്. പക്ഷേ എന്താ, ഒരു നിശ്ചിത പോയിന്റ് ആധാരമാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കല്ലല്ലോ അത് ചെയ്യുന്നത്, അല്ലല്ലോ. അപ്പോൾ അതെന്തല്ല, ഓസിലേറ്ററി അല്ല. ഓക്കെ, അപ്പോൾ അവിടെ ടു ആൻഡ് ഫ്രോ മോഷൻ ഒന്നുമില്ല അവിടെ. എന്താണ്, അതായത് ടു ആൻഡ് ഫ്രോ മോഷൻ എന്ന് പറയുന്നത് ഓസിലേറ്ററി മോഷൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. സോ ദിസ് എ പെക്യുലിയാരിറ്റി ഓഫ് ഓസിലേറ്ററി മോഷൻ. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഓസിലേറ്ററി മോഷൻ ഇസ് ഓൾവേസ് പീരിയോഡിക് മോഷൻ, ബട്ട് എ പീരിയോഡിക് മോഷൻ മേ ഓർ മേ നോട്ട് ബി ഓസിലേറ്ററി. ഓക്കെ, അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് നിങ്ങൾ ഓസിലേറ്ററി മോഷൻ എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ കൂടെ ഈ കാര്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. ഇനി നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്, അതായത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സിമ്പിൾ ഹാർമോണിക് മോഷനാണ്. ഓക്കെ, അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹാർമോണിക് മോഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് സിംഗിൾ ഫ്രീക്വൻസി. കോൺസ്റ്റൻറ്റ് ആംപ്ലിറ്റ്യൂഡും സിംഗിൾ ഫ്രീക്വൻസിയുള്ള ഹാർമോണിക് ഓസിലേഷനാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക്, അതായത് ഈ സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ എന്താ പറയുക, ഓസിലേഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്, ഫ്രീക്വൻസി എന്താണ്, അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്, എന്താണ് കാര്യങ്ങളെന്നൊക്കെ. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഇപ്പം നമ്മൾ പറഞ്ഞത് സിമ്പിൾ ഹാർമോണിക് മോഷൻ, ഹാർമോണിക് മോഷൻ, ഹാർമോണിക് ഓസിലേഷൻ വിത്ത് എ കോൺസ്റ്റൻറ്റ് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് സിംഗിൾ ഫ്രീക്വൻസി. കോൺസ്റ്റൻറ്റ് ആംപ്ലിറ്റ്യൂഡും സിംഗിൾ ഫ്രീക്വൻസിയുള്ള ഹാർമോണിക് ഓസിലേഷൻസിനെയാണ് നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള ഹാർമോണിക് മോഷൻസ് ആണുള്ളത്, സിമ്പിൾ ഹാർമോണിക് മോഷൻസ് ആണുള്ളത്. ഒന്ന് ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആൻഡ് ആംഗുലർ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇനി ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞാൽ when a body moves along a linear path under the action of a constraining force constantly acting on it, it is called a linear simple harmonic motion. അതായത് ഒരു ബോഡി എന്ത് ചെയ്യുകയാണ്, ഒരു ലീനിയർ പാത്തിലൂടെ മൂവ് ചെയ്യാണ് അണ്ടർ ദി ആക്ഷൻ ഓഫ് എ ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ്. ഒരു ബോഡിയുടെ മുകളിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കാരണം ഒരു ബോഡി എന്ത് ചെയ്യുകയാണ്, ഒരു ലീനിയർ പാത്തിലൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ that kind of motion is called simple harmonic, linear simple harmonic motion. Okay, പ്രത്യേകം ശ്രദ്ധിക്കാം, it is linear simple harmonic motion when a body moves along a linear path under the action of a constraining force constantly acting on it is called linear simple harmonic motion. അതിനൊരു എക്സാമ്പിൾ ആണ് vertical oscillations of a loaded spring എന്നുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് വേറെ എക്സാമ്പിൾസും പറയാൻ സാധിക്കും. വേറെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്യൂണിംഗ് ഫോർക്കിൻ്റെ വൈബ്രേഷൻസ്, അതേപോലെ തന്നെ ട്യൂണിംഗ് ഫോർക്കിൻ്റെ വൈബ്രേഷൻ. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്
എന്താ പറയുക, അതായത് നിങ്ങൾ ലിക്വിഡ് കോളം എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല +2-ൽ. അതിൻ്റെ വെർട്ടിക്കൽ ഓസിലേഷൻസ് അതെല്ലാം തന്നെ ഇതിന് പറയാൻ സാധിക്കും, ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷന് പറയാൻ സാധിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അടുത്ത എന്താണ്, ആംഗുലാർ സിമ്പിൾ ഹാർമോണിക് മോഷനാണ്. ആംഗുലാർ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് ആദ്യം പറയാം. എന്നെ ബോഡി റൊട്ടേറ്റ്സ് എബൌട്ട് എൻ ആക്സിസ് അണ്ടർ ദി ആക്ഷൻ ഓഫ് എ കോൺസ്റ്റൻറ്റ് ടോർക്ക്. ഒരു കോൺസ്റ്റൻറ്റ് ടോർക്കിൻ്റെ ആക്ഷൻ കാരണം എന്ത് ചെയ്യണം, ഒരു ബോഡി ഒരു ആക്സിസിന് എബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് കൈൻഡ് ഓഫ് ഹാർമോണിക് മോഷൻ ഈസ് കോൾഡ് ആംഗുലാർ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മോഷൻ ഓഫ് എ പെൻഡുലം. പെൻഡുലത്തിൻ്റെ മോഷൻ ഏതിന് എക്സാമ്പിളാണ്, ഈ ആംഗുലാർ സിമ്പിൾ ഹാർമോണിക് മോഷന് ഒരു എക്സാമ്പിളാണ്. പിന്നെ അതേപോലെ തന്നെ ക്ലോക്കിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ബാലൻസ് വീൽ ഓഫ് എ ക്ലോക്ക് അല്ലെങ്കിൽ വാച്ച്, അതും ഇതിനുള്ള എക്സാമ്പിളാണ്, ഈ ഒരു ആംഗുലാർ സിമ്പിൾ ഹാർമോണിക് മോഷനുള്ള എക്സാമ്പിളാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷനെ കുറിച്ചിട്ടാണ്. ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ നമ്മൾ അതിൻ്റെ എന്ത് ചെയ്യുകയാണ്, മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസും അതായത് ഇക്വേഷൻ ഓഫ് മോഷൻ എന്താണെന്നൊക്കെ കാണുന്ന സെക്ഷനാണ് ഈ ഒരു ഭാഗത്തിൽ പറയുന്നത്. അപ്പോൾ നോക്കാം, ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണെന്നുള്ളത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദാറ്റ് ഈസ് when a body moves along a linear path under the action of a constraining force constantly acting upon it is called the linear simple harmonic motion. ഓക്കെ, ഇപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്, ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത് ഒരു പീരിയോഡിക് മോഷനാണ്. അപ്പോൾ നോക്കാം, a particle is set to execute linear simple harmonic motion when it moves to and fro periodically in such a way that at any instant the restoring force acting on the particle is proportional to displacement from a fixed point and it is always directed towards that point. അപ്പോൾ ഒരു പാർട്ടിക്കിൾ ഇപ്പോഴാണ് ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോഴാണ്, അതായത് when it moves to and fro പീരിയോഡിക്കലി. അപ്പോൾ പീരിയോഡിക് മോഷൻ ആയിരിക്കും, അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ടു ആൻഡ് ഫ്രോ മോഷൻ ഉണ്ടായിരിക്കും. സോ ഇൻ സച്ച് എ വേ ദാറ്റ് അറ്റ് എനി ഇൻസ്റ്റൻറ്റ് അവിടെ ആക്ട് ചെയ്യുന്ന, അതായത് ആ പാർട്ടിക്കിളിന് മുകളിൽ ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിങ് ഫോഴ്സ് എന്തിന് പ്രൊപ്പോർഷണലാണ്, അതായത് ഒരു ഫിക്സ്ഡ് പോയിന്റിൽ നിന്ന് ആ ഒരു പാർട്ടിക്കിളിന് ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റിന് പ്രൊപ്പോർഷണലാണ് ഈ ഒരു പാർട്ടിക്കിളിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിങ് ഫോഴ്സ്. അതേപോലെ തന്നെ അത് ഏതിലേക്കായിരിക്കും ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക, അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും, ആ ഒരു ഫിക്സ്ഡ് പോയിന്റിലോട്ടായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, ദാറ്റ് പാർട്ടിക്കിൾ ഈസ് എക്സിക്യൂട്ടിങ് സിമ്പിൾ ഹാർമോണിക് മോഷൻ, ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷൻ. That is, a particle is set to execute linear simple harmonic motion when it moves to and fro periodically in such a way that at any instant the restoring force acting on the particle is proportional to the displacement from a fixed point and it is always directed towards that point. That is, the force is always directed towards that fixed point. എങ്ങനെയാണെന്നുള്ളത് നോക്കാം, ഒരു എക്സാമ്പിൾ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു പാർട്ടിക്കിൾ ഓഫ് മാസ് എം, ഇത് ഒരു പാർട്ടിക്കിളാണ്, അതിൻ്റെ മാസ് എം ആണ്. അതെന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സ്പ്രിങ്ങിനോടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, ഒരു എൻഡ് ഫിക്സ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനാണ്. ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, അതിരിക്കുന്ന സ്ഥലത്ത് ഇരിക്കുക തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിന് ഒരു തരത്തിലുള്ള എനർജിയും കൊടുത്തിട്ടില്ല, ഫോഴ്സൊന്നും തന്നെ കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ചെറുതായിട്ട് ഇതിനൊന്ന് എനർജി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇങ്ങോട്ട് പിടിച്ച് വലിക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് ചെയ്യും, ഇതൊന്ന് ഇങ്ങോട്ട് ഡിസ്പ്ലേസ്ഡ് ആയി. ആ ഡിസ്പ്ലേസ്ഡ് ഡിസ്റ്റൻസ് എത്രയാണ്, എക്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, മാസ് ഈസ് ഡിസ്പ്ലേസ്ഡ് സ്ലൈറ്റ്ലി ഫ്രം ദിസ് ഇക്വിലിബ്രിയം പൊസിഷൻ. സോ ദിസ് ഈസ് എ ഇക്വിലിബ്രിയം പൊസിഷൻ ത്രൂ എ ഡിസ്റ്റൻസ് എക്സ്. അപ്പോൾ ഈ ഒരു ഇതിങ്ങോട്ട് ഡിസ്പ്ലേസ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാർട്ടിക്കിളിന് എന്തിനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും, അതായത് അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിലോട്ട് തന്നെ തിരിച്ചു വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു പാർട്ടിക്കിളിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അപ്പോൾ ഏത് ഫോഴ്സ് ആയിരിക്കും, റീസ്റ്റോറിങ് ഫോഴ്സ് ആയിരിക്കും. റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ അറ്റൈൻ ചെയ്യാൻ ആ പാർട്ടിക്കിളിൽ ആക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ബോഡിയുടെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് ഇത്, ഈ ഒരു റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ദ ഓൺലി ഫോഴ്സ്, ദ റിസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ പാർട്ടിക്കിൾ ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം എ ഫിക്സ്ഡ് പോയിന്റ്. അപ്പോൾ ഇവിടെ ഏതാ ഫിക്സ്ഡ് പോയിന്റ്? ദിസ് ഇസ് ദ ഫിക്സ്ഡ് പോയിന്റ്, ദാറ്റ് ഈസ് ദ ഇക്വിലിബ്രിയം പൊസിഷൻ. അവിടെ നിന്നുണ്ടായിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? എക്സ്. അപ്പോൾ ഈ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്തിന് പ്രൊപ്പോർഷനാണ്? ഈ ഒരു ഉണ്ടായിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റിന് പ്രൊപ്പോർഷണലാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ സാധിക്കും? അക്കോർഡിംഗ് ടു ഡെഫിനിഷൻ ഓഫ് SHM വി ഹാവ് ദ റിസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു എക്സ്. അപ്പോൾ ഇവിടെ നോക്കണം, ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞു എന്താണ്? ദിസ് ഫോഴ്സ് ഈസ് ഓൾവേസ് ഡയറക്റ്റഡ് ടുവാർഡ്സ് ദാറ്റ് പോയിന്റ്. ഈ ഫോഴ്സ് എങ്ങോട്ട്? ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഇങ്ങോട്ടാണ് അല്ലേ? ഈ ഒരു ഇക്വിലിബ്രിയം സൈഡിലോട്ടാണ്, ഇക്വിലിബ്രിയം പൊസിഷനിലോട്ടാണ് ഫോഴ്സിൻ്റെ, റീസ്റ്റോറിംഗ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഏത് ഇതിലാണ്? ഇക്വിലിബ്രിയം പൊസിഷനിലോട്ടാണ്. സോ ഇവിടെ എന്ത് ചെയ്യും? നെഗറ്റീവ് സൈൻ വേണം. ദാറ്റ് ഈസ് നമുക്കറിയാം ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ വെച്ചിട്ട് F=ma, that is m into d square x by dt square. This m d square x by dt square is proportional to minus x. Then നമ്മൾ ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. that is m into d square x by dt square equal to minus kx. k is the proportionality constant. Then നെഗറ്റീവ് സൈനിൻ്റെ കാര്യം ഞാൻ അവിടെ പറഞ്ഞു. that means the force and displacement are oppositely directed. റിസ്റ്റോറിംഗ് ഫോഴ്സ് ഇങ്ങോട്ടാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങോട്ടാണ്? ഇങ്ങോട്ടാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് in this direction and the force is, restoring force is in this direction. Okay, so നമുക്ക് ജസ്റ്റ് അതിനെ കംപ്ലീറ്റ് ആയിട്ട് m ആയിട്ട് ഡിവൈഡ് ചെയ്യാം. d square x by dt square equal to minus k by m x എന്ന് കിട്ടി. ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ d square x by dt square ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ k by m x equal to 0. ഇനി ഇതിൽ k by m എന്നുള്ള ഈ ഒരു ടേം ഉണ്ടല്ലോ, ഇതിൽ ഈ k by m എന്നുള്ളതിനെ നമ്മൾ ഒമേഗ 0 സ്ക്വയർ ആക്കി എടുക്കുകയാണ്. അപ്പോൾ d square x by dt square equal to omega 0 square x equal to 0 എന്നുള്ളത് കിട്ടും. സോ ദിസ് ഈസ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് എ ലീനിയർ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ. അപ്പോൾ ഇതാണ് നമ്മുടെ ലീനിയർ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, d square x by dt square പ്ലസ് ഒമേഗ 0 സ്ക്വയർ എക്സ് ഈക്വൽ ടു 0 എന്നുള്ളത്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ആംഗുലാർ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ നമുക്ക് എഴുതാം. ആംഗുലാർ ആകുമ്പോൾ അവിടെ എന്താണ്? ആംഗിളാണ് അല്ലേ? ടി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 0. ദിസ് ഈസ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് ആൻ ആംഗുലാർ സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പോൾ ആംഗുലാർ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ കേസിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് മോഷൻ ഇതാണ്. ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ കേസിൽ equation of motion is d square x by dt square plus omega 0 square x equal to 0. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ക്ലാസ്സിൽ ഈ ഒരു ഇക്വേഷനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്കിത് സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണല്ലോ, ഇതിനുള്ള എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ സോൾവ് ചെയ്യുന്ന സെക്ഷൻ അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.